2014 മുതൽ ഈ രാജ്യം തുടർച്ചയായി 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാം തവണയും അധികാരത്തിലേക്ക് കയറി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് ജനാധിപത്യത്തെ തകർത്ത് പണാധിപത്യത്തിന് മേൽക്കൈ നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബിജെപി എന്നും നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ഈ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പലരെയും വിലക്കെടുക്കുവാൻ മാത്രമേ സാധിക്കൂ എന്നും എന്നാൽ ആ വിലക്കെടുക്കുവാനുള്ള പണം എവിടുന്ന് വന്നു എന്നതിന്റെ കണക്കുകൾ കൃത്യമായി പുറത്തുവിടുവാൻ കഴിയാത്ത തരത്തിലേക്ക് നിയമവിരുദ്ധമായി പണം കയ്യിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബിജെപി എന്ന തരത്തിലേക്കുള്ള വാദം കോൺഗ്രസ് അടക്കമുള്ള പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചിരിക്കുകയായിരുന്നു. 100-150 കോടി കൊടുത്ത് MLA-മാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന സാമ്പത്തിക ശക്തിയായി ബിജെപി രാജ്യത്ത് വളരുന്നതിന്റെ പ്രധാന കാരണം എന്താ എന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെ അംബാനിയെയും അദാനിയെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി പലയിടങ്ങളിലും പ്രസംഗിച്ചതിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കോർപ്പറേറ്റ് സിംഹങ്ങളായ അദാനി അംബാനി ഗ്രൂപ്പുകളുമായി പല സാമ്പത്തിക വഴിവിട്ട ബന്ധങ്ങളുമുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും അതിൽ പലതും രൂക്ഷമായ രീതിയിൽ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ആരോപണത്തിന് കോൺഗ്രസിന് പുതിയ തലം തുറന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം തവണയും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും JP നദ്ദയുടെയും ഒക്കെ പാർട്ടിയായ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പാർട്ടിക്ക് എവിടെ നിന്നാണ് ഇത്രയും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തലപൊക്കി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വലിയ ബന്ധം, അതായത് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പല മാധ്യമങ്ങളും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പലവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതേ അമേരിക്കയും അതേ നരേന്ദ്രമോദിയെയും കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് മാധ്യമങ്ങളിലും പാർലമെന്റിന് പുറത്തുമൊക്കെ കാര്യമായ രീതിയിൽ ചർച്ചയാകുവാൻ പോകുന്നതുമായിക്കൊണ്ടിരിക്കുന്നതും. ഇന്ത്യൻ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്താൻ US എയ്ഡ്സിന്റെ $21 ദശലക്ഷം പ്രധാനമന്ത്രിക്ക് നൽകിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ നിങ്ങൾ US-ൽ നിന്ന് $21 ദശലക്ഷം വാങ്ങിയോ അതോ വാങ്ങിയില്ലേ? പ്രധാനമന്ത്രി മോദി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, NGO-കൾ, സംഘടനകൾ എന്നിവയ്ക്ക് വികസന ഏജൻസികളിൽ നിന്നും സഹായ സംവിധാനങ്ങളിൽ നിന്നും ബഹുമുഖ ഫോറങ്ങളിൽ നിന്നും ലഭിച്ച ഫണ്ടുകളെ കുറിച്ച് ധവളപത്രം തയ്യാറാക്കണമെന്ന ആവശ്യവും പാർട്ടി ആവർത്തിച്ചു. ധവളപത്രം USAID ഫണ്ടിങ്ങിൽ മാത്രമല്ല, സർക്കാരുകൾക്കും വ്യക്തികൾക്കും ഇന്ത്യൻ നിയമപ്രകാരം മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും ധനസഹായം നൽകുന്ന എല്ലാ ഏജൻസികൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന രേഖ ആവശ്യപ്പെട്ടു. അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിവാദത്തിനിടെ വിഷയത്തിൽ തുടർച്ചയായ 4ാമത്തെ ദിവസവും ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തി. ഇന്ത്യയെ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കുന്നതിന് $18 മില്യൺ എന്തൊരു നരകം, പഴയ ബാലറ്റുകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ല, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അവർ സഹായിക്കട്ടെ, വോട്ടർ ID നല്ലതല്ലേ, ഇന്ത്യക്ക് പണം ആവശ്യമില്ല, ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നു. അവർ നമ്മളെ നന്നായി മുതലെടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ഈടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഏതെങ്കിലും വിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ 200% താരിഫ് ഈടാക്കുന്നു. തുടർന്ന് അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നുവെന്നും ട്രംപ് പറഞ്ഞു. $21 മില്യൺ എൻ്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ആരോപിച്ചത്. റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷനിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം. ബംഗ്ലാദേശിലെ സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിനായി $29 മില്യൺ ധനസഹായം നൽകുന്നതിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. അതായത് $21 മില്യൺ ട്രംപ് നരേന്ദ്രമോദിക്ക് നൽകി എന്ന് പറയുന്നു. ആ പണം സ്വീകരിച്ചോ ഇല്ലയോ, സ്വീകരിച്ചെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങൾ കോൺഗ്രസ് ഉയർത്തുമ്പോൾ ഇനി എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഒക്കെ ഇതിനോട് പ്രതികരിക്കുവാൻ പോകുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. രാജ്യത്തെ സാധാരണക്കാരായ പ്രവർത്തകരിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടിൽ നിന്നല്ല BJP മുൻപോട്ട് പോകുന്നതെന്നും അനധികൃതമായ സാമ്പത്തിക ശേഖരണം BJPയെ സംബന്ധിച്ചുണ്ട് എന്ന തരത്തിലേക്കുമുള്ള വാദം പലവരും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്
ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ക്രയവിക്രയത്തെ പറ്റി ബോധ്യപ്പെടുത്തുമ്പോൾ അത് സ്വാഭാവികമായും പാർലമെന്റിൽ ചോദ്യങ്ങളായി വരികയും ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യസ്ഥ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും JP നദ്ദ അടക്കമുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പാർലമെന്റിനകത്തും പുറത്തും ഉള്ളതുകൊണ്ട് എന്തു മറുപടിയായിരിക്കും അവർ നൽകുക എന്നതും ഏറ്റവും പ്രധാനമാണ്. രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും ആ പണം ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന വാദത്തിന് എത്രമാത്രം കേൾപ്പുണ്ടാകും പാർലമെന്റിനകത്ത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.